Hello everyone, a warm welcome to the course 2031 Fundamentals of Electrical and Electronics Engineering. ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. Coming to the first problem, resistors are connected in series. ഇത് മൊഡ്യൂൾ 1ൽ ഉള്ള പ്രോബ്ലംസ് ആണ്. Two resistors, first one R1, second resistor R2. Both are connected in series. Series means the same current is flowing through R1 and R2. So such a connection is known as series connection. In series connection, total resistance RT is equal to R1 plus R2. Then ഒരു third resistance കൂടെ ആഡ് ചെയ്യുന്നു. This is R3. ഈ മൂന്ന് റെസിസ്റ്ററുകളുടെയും പോകുന്ന കറണ്ട് I സെയിം കറണ്ട് ആണ്. So that the three resistors R1, R2 and R3 are connected in series. So the total resistance RT is equal to R1 plus R2 plus R3. ഒരു റെസിസ്റ്ററുടെ R4 കണക്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ബിക്കംസ് R1 plus R2 plus R3 plus R4. ഒരു എക്സാമ്പിൾ എടുക്കാം. Four resistors are connected in series. First one resistance 4 ohm, 2 ohm, 2 ohm and finally 1 ohm. What is the total resistance? Total resistance RT is equal to 4 plus 2 plus 2 plus 1. Now next, resistors are connected in parallel. Take two resistors R1, second resistor R2, both are connected in parallel. This type of connection is known as parallel connection. Parallel connection il voltage across R1 ഞാൻ അതിനെ V1 എടുക്കുന്നു, V എടുക്കുന്നു. The same voltage is across R2. അതായത് R1നും R2നും across ആയിട്ട് സെയിം വോൾട്ടേജ് വി തന്നെയാണുള്ളത്. അങ്ങനെയുള്ള കണക്ഷൻസിനാണ് പാരലൽ കണക്ഷൻസ് എന്ന് പറയുക. ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ, ദ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ അതിനെ എഴുതുന്നത് 1/RT എന്നാണ്. റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/RT ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ R2 plus R1 divided by R1 R2. ഇതിനെ ഇങ്ങനെ എഴുതുന്നു, R1 plus R2 divided by R1 R2. So the total resistance RT is equal to ഇതിൻ്റെ reciprocal, that is R1 R2 divided by R1 plus R2. This is the total resistance. Now മൂന്നാമത് റെസിസ്റ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ this is equal to R1 and second resistor R2 and the third resistor R3 connect ചെയ്യുന്നു. This type of connections is known as parallel connection because same voltage ആണ് R1നും R2നും R3ക്കും across ആയിട്ടുള്ളത്. Then total resistance, that is a reciprocal of total resistance, 1/RT is equal to 1/R1 plus 1/R2 plus 1/R3. രണ്ട് റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ കഴിയും. RT is equal to R1 R2 divided by R1 plus R2. ഒരു എക്സാമ്പിൾ എടുക്കാം. Two resistors, one is 3 ohm and another one is 6 ohm, are connected in parallel. So what is total resistance? നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കെങ്ങനെ എഴുതാം? RT is equal to
R1 R2 divided by R1 plus R2. R1 value 3 ആണ്. 3 into R2 is 6 divided by 3 plus 6. 6 into 3 is 18 divided by 9. The resultant is 2 ohm. Okay. Now this is a combination of connections, that is series connection ഉണ്ട്, parallel connection ഉണ്ട്. ഇതിൽ ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നു I, ആ കറണ്ട് ഇതിൽ നിന്ന് സ്പ്ലിറ്റായി പോകുന്നു. ഞാനതിന് I1 ഇതിന് I2 എന്ന് എടുക്കാം. I1 I2. ആ കറണ്ട് വീണ്ടും ഇവിടെ നിന്ന് കമ്പൈൻ ആവുന്നു. വീണ്ടും ഇത് R3 എന്ന റെസിസ്റ്ററിൽ കൂടെ ആ കറണ്ട് പുറത്തേക്ക് പോകുന്നു. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷനിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ് റെസിസ്റ്റർ R1 R2. രണ്ട് റെസിസ്റ്ററിനും അക്രോസ് വോൾട്ടേജ് സെയിം വോൾട്ടേജ് ആണ്, സെയിം V. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുക. ഇങ്ങനൊരു പാരലൽ കണക്ഷനിൽ എൻട്രിങ് കറണ്ട് I അത് നേരെ സ്പ്ലിറ്റ് ആവുന്നു. ഞാനതിനെ I1 I2 എന്ന് മാർക്ക് ചെയ്യുന്നു. അത് വീണ്ടും ഇവിടെ കമ്പൈനായി ഫൈനൽ ഔട്ടിലേക്ക് I സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് സെയിം ആയിരിക്കും, ബട്ട് കറണ്ട് എങ്ങനെയായിരിക്കും? സ്പ്ലിറ്റായി പോകും. റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് കറണ്ട് സ്പ്ലിറ്റായി മാറുക. അപ്പോൾ ഇവിടെ ഒരു ഇൻകമിങ് കറണ്ട് വരുന്നു, ആ കറണ്ട് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ R1ഉം R2 എങ്ങനെയായിരിക്കും? പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. ആ I തന്നെയാണ് ഈ I1 I2 കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ഒരു കറണ്ട് I ആയിട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിൽ ദാറ്റ് മീൻസ് R1 ആൻഡ് R2 ആർ ഇൻ പാരലൽ കണക്ഷൻ. R1 R2 ഒരു റിസൾട്ടൻ്റ് വാല്യൂ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് R1 ഓർ RT1 എടുക്കാം. ദെൻ വീണ്ടും ഒരു R3 ഉണ്ട്, ദിസ് ഈസ് R3. ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇൻകമിങ് കറണ്ട് I ആണ്, ടോട്ടൽ റിസൾട്ടിൻ്റെ ബാക്കി ഔട്ട് I പോകുന്നു. ദിസ് ഈസ് ഔട്ട് I. R3 കൂടെ സെയിം കറണ്ടാണ് R3 കൂടെ പാസ് ചെയ്യുന്നത്. സോ ദ RT1 ആൻഡ് R3 ആർ അഗെയിൻ സീരീസ്. സോ നമുക്കിതിനെ ഫൈനൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ദിസ് ഈസ് RT. RT ഈസ് ഈക്വൽ ടു RT1 പ്ലസ് R3, കാരണം ഈ രണ്ട് റെസിസ്റ്റൻസും സീരീസ് ആണ്. ദെൻ RT1 എന്താണ്? RT1 എന്ന് പറയുന്നത് R1ഉം R2ഉം പാരലൽ കോമ്പിനേഷനാണ് RT1 എന്ന് പറയുന്നത്. സോ R1 പാരലൽ R2 ദാറ്റ് പ്ലസ് R3, ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RT. നൗ ദിസ് ഈസ് അനദർ കോമ്പിനേഷൻ. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഞാനൊരു സപ്ലൈ വോൾട്ടേജ് V എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. ഈ V R1നും R2നും അക്രോസ് ആണ്, അതുപോലെ തന്നെ R3ക്കും അക്രോസ് ആണ്. R1 R2നും നമുക്കറിയാം R1ൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് R2ൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ R1ഉം R2ഉം സീരീസ് കണക്ഷനാണ്. ഞാൻ എന്നെ ഒരു റിസൾട്ടൻ്റായിട്ട് മാർക്ക് ചെയ്യും, ദാറ്റ് ഈസ് RT1 ദാറ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ദെൻ റിമൈനിങ് ആയിട്ടുള്ളത് R3 ആണ്, ദിസ് ഈസ് R3. ഞാൻ കണക്ഷൻ അതുപോലെ വരയ്ക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം V എന്ന് പറയുന്ന വോൾട്ടേജ് RT1നും R3ക്കും സെയിം വോൾട്ടേജാണ് V എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ RT1ഉം R3യും പാരലായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ടോട്ടൽ കറണ്ട് വരുന്നു I, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു I1, ഇത് I2. വീണ്ടും ഈ I2 ഇവിടെ തിരിച്ചു വരുന്നു, I1 ഈസ് കമ്മിങ് ഹിയർ. സോ ദ നെറ്റ് കറണ്ട് വിൽ ബി അഗെയിൻ I. ദറ്റ് ഈസ് I1, ദിസ് ഈസ് I1 പ്ലസ് I2, ദിസ് ഈസ് I. അതായത് I എന്ന് പറയുന്ന കറണ്ട് സ്പ്ലിറ്റായി I1 I2 ആയി വീണ്ടും ഇത് കമ്പൈൻ ആവുന്നു. അപ്പോൾ നമുക്കെന്ത് പറയാം? RT1ഉം R3യും പാരലാണ്. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് RT ഈസ് ഈക്വൽ ടു RT1 പാരലൽ R3. ദെൻ വാട്ട് ഈസ് RT1? RT1 എന്ന് പറയുന്നത് R1ഉം R2ഉം സീരീസ് കോമ്പിനേഷനാണ്. സോ വി ക്യാൻ റൈറ്റ് R1 പ്ലസ് R2, അതാണ് RT1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് R3. ഇതാണ് നെറ്റ് റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് പറയുന്നത്. Now there is another problem. So what is the current from here?
ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് വോൾട്ടേജ് സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നോക്കേണ്ടത്. ആ വോൾട്ടേജ് സോഴ്സ് നോക്കിയിട്ട് ആണ് നെറ്റ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു വ്യൂവിൽ നിന്ന് നോക്കുന്നു. Then what is the total resistance? അപ്പോൾ ഞാനൊന്ന് റീഡ്രോ ചെയ്യാം. Here it is R1 and this is R2, this is R3, this is R4. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് നെറ്റ് വോൾട്ടേജിൻ്റെ സൈഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. R3 കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് R4 കൂടെ പോവുക. സോ ദ നെറ്റ് റെസിസ്റ്റൻസ് ഈസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് R3 ആൻഡ് R4 ആർ ഇൻ സീരീസ്. സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. റീഡ്രോ ചെയ്യാം. ദിസ് ഈസ് R1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് R2. സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഞാൻ മാർക്ക് ചെയ്യുന്നു, RT1 എന്ന് മാർക്ക് ചെയ്യുന്നു. RT1 ഈസ് ഈക്വൽ ടു സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് അതിനെ R3 പ്ലസ് R4 എന്ന് എഴുതാം. R3 പ്ലസ് R4. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നിന്നേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഞാൻ I എന്ന് എടുക്കാം. അത് സ്പ്ലിറ്റായി I1 I2 ആയിട്ട് സ്പ്ലിറ്റായി. അതാണ് തിരിച്ചിവിടെ കമ്പൈൻ ചെയ്ത് I എന്നൊരു കറണ്ട് ആയിട്ട് വരുന്നത്. ഓർ അതർവൈസ് സെയിം പോയിൻ്റ് ആണ് ഈ രണ്ട് പോയിൻ്റ്. അപ്പോൾ R2നും RT1നും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് R2 ആൻഡ് RT1 ആർ ഇൻ പാരലൽ. റിസൾട്ട് നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് R1, ദിസ് ഈസ് ദ റിസൾട്ടൻ. ഞാൻ അതിന് RT2 എന്ന് എടുക്കാം. RT2 ദാറ്റ് ഈസ് ഈക്വൽ ടു R2 പാരലൽ RT1. വീണ്ടും നോക്കുകയാണെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ട് അല്ലെങ്കിൽ R1 കൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് R2 കൂടെ പോവുക. ദാറ്റ് മീൻസ് R1 ആൻഡ് RT2 ആർ ഇൻ സീരീസ്. സോ ദ നെറ്റ് റെസിസ്റ്റൻസ് RT ഈസ് ഈക്വൽ ടു R1 പ്ലസ് RT2 is the net resistance. So the current I is equal to, in this circuit, is equal to E divided by voltage divided by resistance. That is total resistance E by RT. Now this is from the second module. A single phase load at 220 volt draws a current of 3 ampere at a power factor 0.8 lakh. Calculate active power, reactive power and apparent power. ഇതിൽ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് എഴുതാം. ആക്റ്റീവ് പവർ or simply power, P is equal to VI cos phi. Then second equation, reactive power, Q is equal to VI sin phi. Then third one, apparent power, S is equal to VI. V and I are the RMS values, root mean square values of voltage and current respectively. ഇതിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, W. റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ്സ് VAR, വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ്. അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് വോൾട്ട് ആംപിയർ. ഇതിൽ കോസ് ഫൈ എന്ന് പറയുന്ന വാല്യൂ ആണ് പവർ ഫാക്ടർ എന്ന് പറയുക. പവർ ഫാക്ടർ ഈസ് കോസ് ഫൈ. പവർ ഫാക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.8 ലാഗ് എന്ന് തന്നിട്ടുണ്ട്. ലാഗ് മീൻസ് ഇൻഡക്റ്റീവ് ലോഡാണ്. ഇനി നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഫൈ, പവർ ഫാക്ടർ ആംഗിൾ ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.8 ആണ്. സോ നമുക്കിന് കിട്ടുന്നത് 36.86 ഡിഗ്രി എന്ന് കിട്ടും. എന്നാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആക്റ്റീവ് പവർ P ഈസ് ഈക്വൽ ടു
VI cos phi. തന്നിട്ടുള്ളത് RMS values ആണ്. That is V220 into current is 3. Power factor തന്നിട്ടുണ്ട് cos phi, that is 0.8. That is equal to 528 watts. 528 watts. Then reactive power Q is equal to VI sin phi. That is V എന്ന് പറഞ്ഞാൽ 220 into current 3 into sin phi. ഇവിടെ phi നമുക്കറിയാം, അപ്പോൾ ഇതിൽ നിന്ന് sin phi കണ്ടുപിടിക്കുക. sin phi that is equal to sin 36.86, that is equal to 0.6. So this is 220 into 3 into 0.6, that is equal to 396, and write the unit VAR, volt ampere reactive. Then apparent power S is equal to VI, that is 220 into current is 3, that is 660 volt ampere. Now another problem. A circuit consisting of resistance 50 ohm, inductive reactance 30 ohm in series is supplied with an AC voltage of 250 volt. Determine impedance of the circuit, power factor of the circuit, and active power. In a circuit ഒന്ന് വരയ്ക്കാം. So ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ ഉള്ളത് a resistance and inductive reactance or inductor. It is nothing but an RL series circuit that is connected across an AC voltage. Voltage value തന്നിട്ടുണ്ട്, that is 250 volt. നമുക്കിതിനെ ഷോർട്ടായിട്ട് വരയ്ക്കാം. that is RL കമ്പൈൻ ചെയ്ത് നമുക്കതിനെ ഇംപിഡൻസ് എന്ന് എഴുതാം, Z. that is voltage source 250 volt. The question is, first question, that is find the impedance of the circuit. Z കണ്ടുപിടിക്കുക. Second, ഈ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണം. And third one is find the active power. That is impedance of the circuit. ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതാം. ഇംപിഡൻസ് Z is equal to square root of R square plus XL square. Then power factor is cos phi, and that cos phi is equal to R divided by Z. Then active power P is equal to VI cos phi. Active power കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ the current കണ്ടുപിടിക്കണം. That is current I is equal to V divided by Z. ആദ്യം Z കണ്ടുപിടിക്കാം. Z is equal to square root of R square plus XL square. This is equal to, ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മീൻസ് XL, സ്ക്വയർ റൂട്ട് ഓഫ് R is 50 square plus 30 square. $2,500 plus 900, and this is equal to 58.3 ohms. The unit of impedance is ohms.
Now power factor cos phi is equal to R divided by Z. Resistance is 50. That is 50 by 58.3. That is equal to 0.86. ഇതൊരു ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ഇൻഡക്ടറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ദ പവർ ഫാക്ടർ ഈസ് ലാഗ്. സോ ദ പവർ ഫാക്ടർ ഈസ് 0.86 ലാഗ്. നൗ ആക്റ്റീവ് പവർ ആണ്. ആക്റ്റീവ് പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് കറണ്ട് I ഈസ് ഈക്വൽ ടു V ബൈ Z. തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 250 ഡിവൈഡഡ് ബൈ Z. That is 58.3. That is equal to 4.28 ampere. ഇപ്പോൾ ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ആക്റ്റീവ് പവർ P ഈസ് ഈക്വൽ ടു VI കോസ് ഫൈ. വോൾട്ടേജ് is 250 into the current is 4.28 ampere into power factor. Power factor is 0.86. So the answer is 920.2 watts. This is the answer. Now coming to the next problem regarding the electricity bill. A residential building has the following electrical loads and appliances are operated as per the load details given. Calculate the following. On the total connected load in kilowatt, energy consumption in kilowatt hour in 1 day, monthly electricity bill for a month of April at the rate of rupees 3 per kilowatt hour. ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ 4 ട്യൂബ് ലൈറ്റ് ഉണ്ട്, ഒരു ഇലക്ട്രിക് അയൺ ഉണ്ട്, അതുപോലെ 4 ഫാൻ ഉണ്ട്, ഒരു മിക്സി ഉണ്ട്. ഇനി ഓരോന്നിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 40 വാട്ട്സ്, 750 വാട്ട്സ്, 60 വാട്ട്സ് ആൻഡ് 750 വാട്ട്സ്. അതുപോലെ തന്നെ ഇത് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമും കൊടുത്തിട്ടുണ്ട്. 4 ട്യൂബ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം 6 മണിക്കൂർ. ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് 1 മണിക്കൂറാണ്. 4 ഫാൻ 60 വാട്ടിൻ്റെ 4 ഫാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് 10 മണിക്കൂർ. 750 വാട്ടിൻ്റെ ഒരു മിക്സി വർക്ക് ചെയ്യുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഫാസ്റ്റ്. ഇങ്ങനൊരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പേഴ്സ് 1 2 3 4 ഓരോ ആപ്ലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ്, അയൺ ബോക്സ്, ഫാൻ, മിക്സി. ഓരോന്നിൻ്റെ വാട്ടേജ് തന്നിരിക്കുന്ന അതേ വാട്ടേജ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്ന് ട്യൂബ് ലൈറ്റ് 4 ട്യൂബ് ലൈറ്റ് ഉണ്ട്, ഒരു അയൺ ബോക്സ് ഉണ്ട്, 4 ഫാൻ ഉണ്ട്, ഒരു മിക്സി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ വാട്ടേജ് കണ്ടുപിടിക്കാം. 40 വാട്ടിൻ്റെ ട്യൂബ് ലൈറ്റ് 4 ഉണ്ട്. സോ ടോട്ടൽ വാട്ടേജ് 160 വാട്ട്. ദെൻ ഒരു അയൺ ബോക്സ് ആണ്, അപ്പോൾ അതിൻ്റെ 750 വാട്ട്. 4 ഫാൻ ഉണ്ട്, സോ 60 into 4 240 വാട്ട്സ്. ഒരു മിക്സി ഉണ്ട്, 750 വാട്ട്. അപ്പോൾ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുക ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. സോ ദിസ് ബിക്കംസ് 1900 വാട്ട്സ്. നമ്മളോട് ചോദിച്ചത് ഇൻ ടേംസ് ഓഫ് കിലോ വാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ 1000 ഡിവൈഡ് ചെയ്യുക. സോ ബിക്കംസ് 1.9 കിലോ വാട്ട്. ഇതാണ് ആ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ള ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്, ടോട്ടൽ കണക്റ്റഡ് ലോഡ്. ദെൻ ഇത് ഓരോന്ന് എത്ര മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് തന്നിട്ടുണ്ട്. ഈ 4 ട്യൂബ് ലൈറ്റ് 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അയൺ ബോക്സ് 1 മണിക്കൂർ, 4 ഫാന് 10 മണിക്കൂർ, ഒരു മിക്സി 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടൽ വാട്ട് അവർ കണ്ടുപിടിക്കണം. വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ദറ്റ് വാട്ടേജ് ഇൻറ്റു അവർ. വാട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു, 160 വാട്ട് കണ്ടുപിടിച്ചിട്ടു ഇൻറ്റു അവർ ആണ്
ടോട്ടൽ വാട്ട് അവർ എന്ന് പറയുന്നത്. ഇത് 160 ഇൻറ്റു 6 960 വാട്ട് അവർ. 750 ഇൻറ്റു 1 750 വാട്ട് അവർ. 240 ഇൻറ്റു 10 2400 watt hour. And finally 750 into 1 750 watt hour. Watt hour. Then നമുക്കിതിനെ കിലോവാട്ട് അവറിലേക്ക് മാറ്റണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. So this becomes 960 by 1000 0.96 kilowatt hour. ഇത് പറയുന്നത് 0.75 kilowatt hour. ഇത് 2.4 1000 ഡിവൈഡ് ചെയ്യുക 2.4 kilowatt hour. And this becomes 0.75 kilowatt hour. Then total kilowatt hour എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. That is 4.86 kilowatt hour. So ഇത് നമുക്ക് രണ്ട് ആൻസർ കിട്ടി. ഒന്ന് കണക്റ്റഡ് ലോഡ് that is 1.9 kilowatt. The first answer, total connected load 1.9 kilowatt. Then energy consumption in kilowatt hour in one day. ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 4.86 kilowatt hour. 4.86 kilowatt hour. ഈ കിലോവാട്ട് അവർ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ദിവസത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 4.86 യൂണിറ്റ്സ് ആണ് ഒരു ദിവസത്തെ കൺസപ്ഷൻ. ദെൻ അടുത്ത് ചോദിച്ചിട്ടുള്ളത് മന്ത്ലി ഇലക്ട്രിസിറ്റി ബിൽ ഫോർ എ മന്ത് ഓഫ് ഏപ്രിൽ അറ്റ് ദ റേറ്റ് ഓഫ് ₹3 per kilowatt hour. അതായത് ഒരു യൂണിറ്റിന് 3 രൂപ വെച്ചിട്ടാണ് ആണെങ്കിൽ ഏപ്രിൽ മാസം എന്തായിരിക്കും ഇലക്ട്രിസിറ്റി ബിൽ? നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഏപ്രിൽ മാസം എത്ര ഡേയ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ദിവസത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 4.86 ആണ്. അങ്ങനെ ഏപ്രിൽ മാസം എത്ര കൺസപ്ഷൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏപ്രിൽ 30 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? ഒരു ദിവസത്തെ യൂണിറ്റ് 4.86 ആണ്. സോ ടോട്ടൽ യൂണിറ്റ്സ് ഈസ് ടോട്ടൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു ഒരു ദിവസത്തെ 4.86. ദാറ്റ് ഈസ് ഈക്വൽ 145.8 145.8 യൂണിറ്റ്സ്. ദെൻ ഒരു യൂണിറ്റിൻ്റെ വില 3 രൂപയാണ്. So the total rate or electricity bill for the month of April, that is equal to unit total 145.8 unit ആണ്. 145.8 into ഒരു യൂണിറ്റ് വില 3 ആണ്. That is 3. That is equal to 437.4 rupees. നമുക്കത് 437.5 എഴുതാം. 437.5 rupees. Now there is one more problem. That's from the third module regarding the capacitors. Now taking capacitors are connected in series. Capacitors in series. First capacitor C1. Second capacitor C2. Both are connected in series. Series means same current is flowing through C1 and C2. അങ്ങനെയുള്ള കണക്ഷൻസിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുക.
ഇവിടെ total capacitance 1 by Ct is equal to 1 by C1 plus 1 by C2. This is the equation. The total capacitance Ct is equal to 1 by C1 plus 1 by C2. ഇനി ഇത് റെസിസ്റ്ററുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് R1 R2 and in total resistance RT is equal to R1 plus R2. Find the comparison. But capacitors ആണെങ്കിൽ total capacitance is equal to 1 by Ct is equal to 1 by C1 plus 1 by C2. Now just go capacitors in parallel. First capacitor, second capacitor. The two capacitors are connected in parallel. This is C1 and this is C2. So the total capacitance Ct is equal to C1 plus C2. Resistor ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. Two resistors are connected in parallel. Parallel means this is R1 and this is R2. Parallel means same voltage comes across R1 and R2. ഇവിടെ അതുപോലെ തന്നെ C1 ഉം C2 അക്രോസ് ആയിട്ടുള്ള സെയിം വോൾട്ടേജ് ആണ്. ഇനി മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നു. ആ കറണ്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, I1 I2. ഇത് വീണ്ടും ഇവിടെ കമ്പൈൻ ചെയ്യുന്നു, I1 I2. ഫൈനലി ദ കറണ്ട് ഈസ് I. ഇങ്ങനെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ദാറ്റ്സ് എ പാരലൽ സർക്യൂട്ട്. അപ്പം റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് 1 by RT, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് 1 by RT is equal to 1 by R1 plus 1 by R2. But capacitors are in parallel, that means Ct is equal to C1 plus C2. Okay. ഒരു എക്സാമ്പിൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. ഈ capacitors connected in series, this is 3 microfarad and here it is 2 microfarad. So the total capacitance is equal to, that is 1 by Ct is equal to 1 by C1. C1 is 3 microfarad, 1 by 3 plus C2, 1 by C2, 1 by 2. That is equal to cross multiply 2 plus 3 divided by 3 into 2. That is 5 divided by 6. So the net capacitance Ct is equal to 6 divided by 5 microfarad. The same thing, that is two capacitors are in parallel and this is 10 microfarad and here this is 5 microfarad. So the total capacitance Ct is equal to C1 plus C2, that is 10 microfarad plus 5 microfarad. So that it becomes 15 microfarad. Okay, thank you.